അടുത്തത് പഞ്ചാബാണ്. പഞ്ചാബ് പിടിക്കാനുള്ള നീക്കം നേരത്തെ തന്നെ അമിത്ഷാ തുടങ്ങിയിരുന്നു. തീർച്ചയായിട്ടും പഞ്ചാബിൽ ഇപ്പോൾ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി ക്ഷയിച്ച് ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ 24 മണിക്കൂറും മദ്യപിച്ച് മതോന്മത്തനായി നടക്കുന്നു. ആം ആദ്മി എന്നൊരു പാർട്ടിയെക്കുറിച്ചോ അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു പാർട്ടി നേതാവിനെക്കുറിച്ചോ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ പോലും ചർച്ചകൾ നടക്കുന്നില്ല. കോൺഗ്രസുമായി അവർ ചേരുമോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇന്ത്യ സഖ്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലൊക്കെ തന്നെ മുന്നണിയായി ചേരുമോ എന്നുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകുന്നുണ്ട്. പക്ഷേ ഒരു മുഴം മുൻപേ എറിഞ്ഞുകൊണ്ടാണ് അമിത്ഷായും നരേന്ദ്രമോദിയും പഞ്ചാബിന് വേണ്ടി കളിക്കുന്നത്. പഞ്ചാബിൽ ശിരോമണി അകാലിദൾ, ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റിയുടെ പേരിലുള്ള അവരുടെ സിഖ് മതവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. നേരത്തെ എൻ ഡി എയിൽ അംഗമായിരുന്നു. ഒരു മന്ത്രി, വനിതാ മന്ത്രി രാജിവെച്ച കഥയൊക്കെ നമുക്കറിയാം. 1-2 വർഷങ്ങൾക്ക് മുൻപാണ്. പല വിഷയങ്ങളിൽ ഉള്ള ഈ ഖലിസ്ഥാൻ വിഷയത്തിലൊക്കെ തന്നെ പലപ്പോഴും അവരുടെ നിലപാടുകൾ വ്യത്യസ്തമായിരുന്നു. അവർ ഈ ഖലിസ്ഥാൻവാദികളായ ആൾക്കാരെയൊക്കെ തന്നെ നമ്മൾ തീവ്രവാദ ഗ്രൂപ്പുകളായി കരുതുന്നതിനെതിരെയൊക്കെയാണ് പലപ്പോഴും ഈ ശിരോമണി അകാലിദൾ സംസാരിച്ചിട്ടുള്ളത് ഇതിനു മുൻപ്. പക്ഷേ അവരുടെ ആശയ സമരങ്ങളൊക്കെ ഇപ്പോൾ മാറി എന്ന് തോന്നുന്നു. എന്തായാലും പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയും അകാലിദളും സഖ്യത്തിൽ മത്സരിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. മണ്ഡല പുനർനിർണയ, വനിതാ സംവരണ ബില്ലുകൾ അകാലിദൾ പിന്തുണ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശിരോമണി അകാലിദൾ അധ്യക്ഷൻ സുഖ്ബീർ സിംഗ് ബാദൽ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. രാജ്യത്ത് വനിതാ സംവരണ ബിൽ അടിയന്തരമായി നടപ്പാക്കണം എന്ന് സുഖ്ബീർ സിംഗ് ബാദൽ ആവശ്യപ്പെട്ടു. എല്ലാ സംസ്ഥാനങ്ങളിലും നിയമസഭാ സീറ്റുകളുടെ എണ്ണം ഏകദേശം 50% വർദ്ധിപ്പിക്കണം എന്ന കേന്ദ്ര നിർദ്ദേശത്തെയും ശിരോമണി അകാലിദൾ പിന്തുണയ്ക്കുന്നതായി അദ്ദേഹം പറയുന്നു. ഇന്ന് ചണ്ഡീഗഡിലായിരുന്നു ഈ കൂടിക്കാഴ്ച. സിഖ് ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്ത്രീകളുടെ മാന്യത, സമത്വം, തുല്യ അവകാശങ്ങൾ എന്നിവയ്ക്കായി പാർട്ടി നിലകൊള്ളുന്നത്. പാർലമെന്റിന്റെ പരിഗണനയിലുള്ള പ്രധാന വിഷയങ്ങളിൽ വിശദമായി ചർച്ച നടത്തിയ ശേഷമാണ് മണ്ഡല പുനർനിർണയ വിഷയത്തിലും പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. തീർച്ചയായിട്ടും നിലപാടുകളൊക്കെ മാറ്റി ഈ പഞ്ചാബിലെ അതിശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ശിരോമണി അകാലിദൾ. ആം ആദ്മി പാർട്ടിയൊന്നും ഒന്നുമല്ല. തീർച്ചയായിട്ടും ബി.ജെ.പിയും ശിരോമണി അകാലിദളും ചേർന്ന് മത്സരിക്കുകയാണെങ്കിൽ എൻ.ഡി.എക്ക് പഞ്ചാബ് പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, പഞ്ചാബ് സംസ്ഥാനം പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. തീർച്ചയായിട്ടും ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി.ജെ.പിയും എൻ.ഡി.എയും. ഈ രീതിയിൽ പഞ്ചാബിൽ ഇത്തവണ ഭരണം പിടിക്കും എന്ന് ഉറപ്പിച്ച് തന്നെയാണ് അമിത്ഷാ മുമ്പോട്ട് പോകുന്നത്. അമിത്ഷായുടെ മുന്നിൽ ഇപ്പോൾ ഈ ജെൻസി സമരമോ അല്ലെങ്കിൽ CJP സമരമോ അല്ലെങ്കിൽ പാർലമെന്റിൽ വരാത്തതോ ഒന്നുമല്ല വിഷയം. അടുത്തത് പഞ്ചാബ് എങ്ങനെ പിടിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുതിയ സഖ്യ രൂപീകരണത്തിന് ശേഷം അല്ലെങ്കിൽ പുതിയ സഖ്യരൂപീകരണത്തിൻ്റെ ചർച്ചകൾക്ക് ശേഷം പഞ്ചാബ് തെരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് വലിയ മുൻതൂക്കം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ.